നമസ്കാരം, ഞാൻ വിഷ്ണു. വെൽക്കം ടു ദ ബുക്ക് ഷോപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഒരുപാട് മുഖവരമൊന്നുമില്ലാതെ തന്നെ പുസ്തകത്തിലേക്ക് കിടക്കാം. അത് ദൈവത്തിൻ്റെ ചാരന്മാരാണ്. അപ്പോൾ ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് ഇതൊക്കെ. അതായത് വായന ശീലം ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസും അവർക്ക് ആവശ്യം വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്കല്ല ഈ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നത്. വായിച്ച് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകം ഈ പുസ്തകമായിരിക്കും. കാരണം ഇത്രയ്ക്കും മോട്ടിവേഷൻ തരുന്ന ഒരു പുസ്തകം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഇതിൻ്റെ എഴുത്തുകളൊക്കെ പോയിരിക്കുന്നത്. വളരെ ലളിതമായിട്ട്, വളരെ മനോഹരമായി, വളരെ പോസിറ്റീവായിട്ട് ഓരോ അധ്യായം കഴിയുമ്പോഴേക്കും അടുത്ത അധ്യായം എന്ന് നമ്മൾ വായിച്ച് ഒറ്റയിരുപ്പിന് വായിച്ച് തീർക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ലളിതമായ പുസ്തകമായതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ പുസ്തകം വായിച്ചു കഴിയാൻ പറ്റുന്നത്. പോരാതെ തന്നെ ഇതിൽ വളരെ ലളിതമായിട്ടുള്ള സാഹിത്യം പറഞ്ഞ സാധനം ഇതിലില്ല. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഒരു കഥ പറച്ചിൽ പോലെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ സുഹൃത്തോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഉപദേശം തരുന്ന പോലെയോ അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഉപദേശം പറഞ്ഞാൽ ഒരു ക്രിഞ്ച് ഉപദേശമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഓർമ്മക്കുറിപ്പുകളായിട്ട് ഒരു 22 ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കുമ്പസാരം മുതൽ പിന്നെ സൗഹൃദം, പ്രണയം, ജീവിതം എന്നിങ്ങനെ 22 അധ്യായങ്ങളല്ല 22 കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൽ കാവൽക്കാരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. ഇത് ഓരോരുത്തരും ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഓരോരുത്തരും ഈ പുസ്തകം എടുത്ത് വായിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോസിറ്റീവായിട്ടാണ് ഈ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന ഇദ്ദേഹം സമൂഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, നിസ്സഹായാവസ്ഥയുണ്ട്, എല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിൽ നിരാശ തോന്നിപ്പോയ ആൾക്കാരുണ്ട്, നമ്മൾ ഒരുപാട് സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ടുണ്ടാവും. നമ്മളത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പുസ്തകം ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് നീറ്റായിട്ട് ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള എൻ്റെ വിശദീകരണം പരിചയപ്പെടുത്തൽ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തീർച്ചയായിട്ടും എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചിലപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ സ്പീക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയായിരിക്കും നമുക്ക് അതിന് ശേഷം ഉണ്ടാകുന്നത്. വളരെ നല്ലൊരു മാറ്റം ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പുസ്തകം കൊടുക്കാൻ പറ്റും. വളരെ നല്ലൊരു പുസ്തകമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. തീർച്ചയായും എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. നിർബന്ധമായിട്ടും 15 to 30 വയസ്സിനുള്ളവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് പങ്കിട്ട് കൊടുക്കുക. നന്ദി, നമസ്കാരം.